Good morning. Question number 40. In the final paragraph, the word this refers to. അതായത് ഈ ഫൈനൽ പാരഗ്രാഫിൽ ഈ അവസാനത്തെ പാരഗ്രാഫിൽ ദിസ് എന്ന് പറയുന്ന വാക്ക് എന്തിനെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്? ഞാൻ ഓൾറെഡി ഈ വേർഡ് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിങ്ങനെ വാട്ട് ഡസ് ദ വേർഡ് ധിസ് അല്ലെങ്കിൽ ദ വേർഡ് ഇറ്റ്, ദ വേർഡ് ധീസ് റെഫേഴ്സ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ വേർഡ് ആദ്യം കണ്ടുപിടിക്കുന്നു. അത് എവിടെയാണോ കിടക്കുന്നത് അതിൻ്റെ ഒരു 2 സെൻറ്റൻസ് മുന്നോട്ടും അത് കഴിഞ്ഞ ഒരു സെൻറ്റൻസോ 2 സെൻറ്റൻസോ മാത്രം വായിച്ചാൽ മതി. ദർ ഇസ് നോ നീഡ് ടു ഗോ വിത്ത് ദ എൻറ്റയർ പാരഗ്രാഫ് ഫോർ സച്ച് ക്വസ്റ്റ്യൻസ്. അപ്പം നമ്മളിവിടെ 1, 2, 3 സോറി 4ാമത്തെ ലൈൻ ഇവിടെ ഇൻസ്പൈറ്റ് ഓഫ് എന്ന് പറയുന്ന നമ്മൾ എനിക്ക് താഴെ വരെ വായിക്കാൻ ശ്രമിക്കുകയാണ്. In spite of their potential health risks, the durability and cheapness of these products continue to attract commercial applications. അപ്പം നമ്മൾ നേരത്തെ വായിച്ച മുതൽ നമുക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഈ ഒരു ആസ്ബറ്റോസ് എന്ന് പറയുന്ന വസ്തു കൊണ്ടുണ്ടാക്കുന്ന സാധനങ്ങൾക്ക് എന്തുണ്ട്? ഹെൽത്ത് റിസ്കുകളുണ്ട്, അതായത് ആരോഗ്യപരമായ ഭീഷണികളുണ്ട്. അപ്പം ഇൻ സ്പൈറ്റ് ഓഫ് ദെയർ പൊട്ടൻഷ്യൽ ഹെൽത്ത് റിസ്ക്, അവരുടെ ആ ഒരു ആയിട്ടുള്ള ഹെൽത്ത് റിസ്കുകൾ ഉണ്ടായിരുന്നിട്ട് കൂടി ദ ഡ്യൂറബിലിറ്റി ആൻഡ് ചീപ്നെസ് ഓഫ് ദീസ് പ്രോഡക്ട്സ്, അതായത് ഈ ഒരു വസ്തുക്കളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡ്യൂറബിലിറ്റി, അതൊരു ഒരുപാട് കാലം നിലനിൽക്കുന്ന ഒന്നാണ്. ആൻഡ് ദ ചീപ്നെസ്, വിലക്കുറവാണ്. അപ്പം ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉളവാക്കുന്നതാണ് എന്നറിയാമെങ്കിൽ പോലും ഇതിൻ്റെ ഈ ചീപ്നെസ്സും ഡ്യൂറബിലിറ്റി എന്ന് പറയുന്ന 2 ക്വാളിറ്റി കൊണ്ട് ഇറ്റ് കണ്ടിന്യൂ ടു അട്രാക്ട് കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻസ്. അത് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. Asbestos remains a significant clinical problem even after marked reduction in on-the-job exposure of asbestos. നമ്മളിപ്പം എത്രയൊക്കെ ഈ ജോബ് എക്സ്പോഷേഴ്സ് കുറച്ചു എന്നോ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ പോലും ആസ്ബറ്റോസിസ് റിമെയിൻസ് എ സിഗ്നിഫിക്കൻറ്റ് ക്ലിനിക്കൽ പ്രോബ്ലം. ആസ്ബറ്റോസിസ് എന്ന് പറയുന്നത് ഇന്നും വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ക്ലിനിക്കൽ പ്രോബ്ലമാണ്, ആരോഗ്യപരമായ പ്രശ്നമാണ്. Again, this is due to law. Again, this, വീണ്ടും ഇത്, ഏത് അസുഖം അല്ലെ? ആ ഒരു ആസ്ബറ്റോസിസ് എന്ന് പറയുന്ന ആ ഒരു അസുഖം നമുക്ക് ഉറപ്പുവരുത്താം. ഓപ്ഷൻ എ പറയുന്നത് ദ ഇന്റർവെൽ ഫ്രം ആസ്ബറ്റോസ് എക്സ്പോഷർ ടു ഡിസീസ്. ദ ഇന്റർവെൽ, ആ ഒരു ഇടവേള ഫ്രം ആസ്ബറ്റോസ് ഡിസീസ് ടു എക്സ്പോഷർ, അതായത് നമ്മളൊരു എക്സ്പോഷറിൽ നിന്ന് ആസ്ബറ്റോസ് രോഗാവസ്ഥയിലേക്കുള്ള ഇടവേളയാണ് ഇത് ആണോ? എന്നിട്ട് അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്ബറ്റോസിസ് remains a significant clinical problem even after the marked reduction in on-the-job exposure to asbestos. Again this. അപ്പോൾ അവിടെ ഒരു കാലയളവിനെ പറ്റി പറയുന്നു അല്ലെ? So we are eliminating A. Then B, the decreased use of asbestos in workplace. ആസ്ബറ്റോസിന്റെ ഉപയോഗം കുറഞ്ഞു എന്ന് പറയുന്നു. നമ്മൾ ഈ പാരഗ്രാഫ് ഇപ്പം വായിച്ചു വിട്ടപ്പോൾ നമുക്കറിയാം അതിൻ്റെ ഡ്യൂറബിലിറ്റിയും ചീപ്നെസ്സും കൊണ്ട് അതിൻ്റെ ഉപയോഗം കൂടുകയാണ് ചെയ്തത്. സോ എയും ബിയും നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ദെൻ സി എന്ന് പറയുന്നത് ആസ്ബറ്റോസിസ് ഈസ് ആൻ ഓൺഗോയിങ് മെഡിക്കൽ ഇഷ്യൂ. ഈ ആസ്ബറ്റോസിസ് എന്ന് പറയുന്നത് ഇന്നും ഇവിടെ നിലനിൽക്കുന്ന ഒരു മെഡിക്കൽ ഇഷ്യൂ ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആസ്ബറ്റോസിസ് റിമെയിൻസ്, ഇപ്പോഴും ഈസ് എ സിഗ്നിഫിക്കൻറ്റ് ക്ലിനിക്കൽ പ്രോബ്ലം. എന്താണ് ക്ലിനിക്കൽ പ്രോബ്ലം? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇന്നും റിമെയിൻസ്. ഇപ്പം ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഓൺ ഗോയിങ് മെഡിക്കൽ ഇഷ്യൂ, ഇപ്പോഴും ഉള്ള, റിമെയിൻസ് എ സിഗ്നിഫിക്കൻറ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഇപ്പോഴും ഉള്ളതാണ്. അപ്പം അതിനെപ്പറ്റിയാണ് അഗെയിൻസ്റ്റ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ആൻസർ സി ആവാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും നമ്മൾ ക്വയറി ആയിട്ട് നിർത്തിയത് ഡിയിലേക്ക് പോവുകയാണ്. ഒക്കുപേഷണൽ എക്സ്പോഷർ ടു ആസ്ബറ്റോസിസ്, ആസ്ബറ്റോസിസിലേക്കുള്ള ഒരു എക്സ്പോഷർ, അങ്ങനത്തെ കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ കാര്യം പറയാത്തത് കൊണ്ട് നമുക്ക് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ആസ്ബറ്റോസിസ് ഈസ് ആൻ ഓൺഗോയിങ് മെഡിക്കൽ ഇഷ്യൂ. ഈ ആസ്ബറ്റോസിസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓൺഗോയിങ് മെഡിക്കൽ ഇഷ്യൂ ആണ്. ക്ലിയർ? അപ്പോൾ if you have any difficulties, please contact. Thank you.